Hi everyone. നമ്മളിന്ന് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടീസ് ഓഫ് നാച്ചുറൽ ലോഗരിതമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലമാണ് എക്സ്പ്രസ് ലോഗ് 0.056 in terms of log 5 and log 7. ഇപ്പോൾ ലോഗ് 0.056നെ നമ്മൾ ലോഗ് 5ൻ്റെയും ലോഗ് 7ൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 0.056നെ സൊല്യൂഷനാണ്. എങ്ങനെ എഴുതാം? 56/1000 എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ 56ലും 1000ലും കോമൺ ആയിട്ട് 8 ഉണ്ട്. അപ്പോൾ 8 കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 7/125 എന്ന് വരും. അതായത് 7/125 എന്നത് എന്താണ്? 5 ക്യൂബ് അല്ലേ? 5 ക്യൂബ്. സോ ലോഗരിതം ഓഫ് 0.056 ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് 0.056 നമ്മളെങ്ങനെ എഴുതി? 7/5 ക്യൂബ് എന്ന് എഴുതി. ഓക്കെ, ഇത് കോഷ്യൻ റൂൾ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 7 മൈനസ് ലോഗ് 5 ക്യൂബ് എന്ന് എഴുതാം. ഏത് പ്രകാരം? ബൈ കോഷ്യൻ റൂൾ, ബൈ കോഷ്യൻ്റ് റൂൾ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ലോഗ് 7 മൈനസ്, ഇനി പവർ റൂൾ പ്രകാരം ലോഗ് 5 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതും? 3 ഇൻറ്റു ലോഗ് 5 അല്ലേ? ലോഗ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻ ഇൻറ്റു ലോഗ് എക്സ് ആണ്. അതാണ് എന്ത്? പവർ റൂള്. അപ്പോൾ ഇത് പവർ റൂൾ പ്രകാരം 3 ലോഗ് 5 എന്ന് എഴുതാം. സോ ആൻസർ എന്ന് എന്തായി? ലോഗ് 7 മൈനസ് 3 ഇൻറ്റു ലോഗ് 5. അതായത് ലോഗ് 0.056നെ നമ്മൾ ലോഗ് 7ൻ്റെയും ലോഗ് 5ൻ്റെയും ടേംസിനാണ് എക്സ്പ്രസ് ചെയ്തത്. ഓക്കെ, therefore log of 0.056 is equal to log 7 minus 3 log 5. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം. Using properties of logarithms, simplify the following expressions. ഒന്നാമത്തത് ലോഗ് ഓഫ് 3x² മൈനസ് 9x പ്ലസ് ലോഗ് 1/3x. നമ്മൾ ലോഗരിതമിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒന്നാമത് സിംപ്ലിഫൈ ചെയ്യണം. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് 3 ഇൻറ്റു ലോഗരിതം ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് t² മൈനസ് 1 മൈനസ് ലോഗ് ഓഫ് t+1. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് ചെയ്ത് നോക്കാം. സൊല്യൂഷൻ ഓഫ് 1 നമുക്ക് കാണേണ്ടത് ലോഗ് ഓഫ് 3x² മൈനസ് 9x പ്ലസ് ലോഗ് ഓഫ് 1/3x ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്തായിരുന്നു? ലോഗ് എ പ്ലസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതെന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന ഫോമിലല്ലേ? അപ്പോൾ നമുക്ക് ലോഗ് എ ബി എന്ന് എഴുതണം അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ലോഗ് ഓഫ് എ ഇൻറ്റു ബി, അതായത് 3x² മൈനസ് 9x ഇൻറ്റു ബി എന്നല്ലേ? അതായത് 1/3x. ഇനി ഈ 3x² മൈനസ് 9xൽ
നമുക്ക് 3x കോമൺ ആയിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്നും 3x കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ലോഗ് ഓഫ് 3x കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? 3x സ്ക്വയറിൽ 3x പോയാൽ എക്സ്, അപ്പോൾ എക്സ് മൈനസ് 9x 3x പോയാൽ 3 ഇൻറ്റു 1/3x. ഈ 3xും 3xും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് വരും എന്താ? ലോഗ് ഓഫ് എക്സ് മൈനസ് 3. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച റൂൾ ഏതാണ്? പ്രൊഡക്റ്റ് റൂളാണ്. അതായത് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി ആണ്. അതല്ലെങ്കിൽ ലോഗ് എ ബി ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അതിന് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എന്നാണ് പറയുക. അപ്പോൾ പ്രൊഡക്റ്റ് റൂളാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സൊല്യൂഷന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 3 ഇൻറ്റു ലോഗ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 3t² മൈനസ് 1 മൈനസ് ലോഗ് ഓഫ് t പ്ലസ് 1 ഇസ് ഈക്വൽ ടു, നമുക്ക് പവർ റൂൾ അറിയാലോ, ലോഗ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു ലോഗ് എക്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് എൻ ഇൻറ്റു ലോഗ് എക്സ് എന്ന രൂപത്തിലല്ലേ, അതായത് എൻ ഇൻറ്റു ലോഗ് എക്സ്. ഇത് നമ്മളെങ്ങനെ എഴുതും? ലോഗ് എക്സ് റൈസ് ടു എന്ന് എഴുതും. അതായത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് റൂട്ട് ഓഫ് t² മൈനസ് 1 ആണ്. റൈസ് ടു എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ക്യൂബ് റൂട്ട് ഓഫ് t² മൈനസ് 1 റൈസ് ടു 3 മൈനസ് ലോഗ് ഓഫ് t പ്ലസ് 1. നമ്മൾ പവർ റൂളാണ് ഇവിടെ ഉപയോഗിച്ചത്. യൂസിങ് പവർ റൂൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്, ഇവിടെ നോക്ക്, ക്യൂബ് റൂട്ടിന് നമുക്ക് 1/3 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ലോഗ് ഓഫ് t² മൈനസ് 1 ഹോൾ റൈസ് ടു 1/3 റൈസ് ടു എന്തുണ്ട്? ഒരു 3 എന്നുണ്ട് അല്ലേ, റൈസ് ടു 3. ഈ ക്യൂബ് റൂട്ടിന് നമ്മൾ 1/3 റൈസ് ടു 1/3 എന്ന് എഴുതി. മൈനസ് ലോഗ് ഓഫ് t പ്ലസ്, ഇനി ഈ 3യും 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വരുന്നത് ലോഗ് ഓഫ് t² മൈനസ് 1 മൈനസ് ലോഗ് ഓഫ് t പ്ലസ് 1. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി എന്നാണ്. കോഷ്യൻ റൂളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന ഫോമിലല്ലേ. അപ്പോൾ ലോഗ് എ ബൈ ബി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് ലോഗ് ഓഫ് t² മൈനസ് 1 ഡിവൈഡഡ് ബൈ എ ബൈ ബി എന്നാണ്, അതായത് ഡിവൈഡഡ് ബൈ t പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് t² മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? t മൈനസ് 1 ഇൻറ്റു t പ്ലസ് 1, അതായത് a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പോൾ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ താഴെയുള്ള t പ്ലസ് 1 മുകളിലുള്ള t പ്ലസ് 1 ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് ലോഗ് ഓഫ് t മൈനസ് 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π/3 4 sin θ ഡിവൈഡഡ് ബൈ 1 മൈനസ് 4 cos θ d θ. ഇവിടെ നമുക്കുള്ള ഡിനോമിനേറ്റർ എന്താണ്? 1 മൈനസ് 4 cos θ. അതിനെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവാണ് എന്ത്? മുകളിൽ കിടക്കുന്നത്, ന്യൂമറേറ്ററിലുള്ളത്. സോ പുട്ട് 1 മൈനസ് 4 cos θ ഈക്വൽ ടു u. ആ ഡെറിവേറ്റീവ് ചെയ്ത് നോക്കും. 1ൻ്റെ ഡെറിവേറ്റീവ് 0, മൈനസ് 4 cos θയുടെ ഡെറിവേറ്റീവ് മൈനസ് 4 ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ തീറ്റ. ആ കൂടെ ആരുണ്ടാവും? ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിയും. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവായി.
അപ്പോൾ 4 sin തീറ്റ ഡി തീറ്റ ഈക്വൽ ടു ഡിയും. നോക്കൂ, ഇപ്പോൾ താഴെ നമ്മൾ യുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മുകളിൽ 4 sin തീറ്റ ഡി തീറ്റ എന്തായിട്ട് മാറിയും ഡി യു ആയിട്ട് മാറും. ഓക്കെ, ഇനി ലിമിറ്റ് ചേഞ്ച് ചെയ്യണം നോക്കണം. അപ്പോൾ ആദ്യത്തെ ലിമിറ്റ് ഏതാ? 0 ആണ്. അപ്പോൾ വെൻ തീറ്റ ഈക്വൽ ടു 0, തീറ്റ 0 ആകുമ്പോൾ യു എന്താ നോക്കണം. അപ്പോൾ യു എന്നത് 1 - 4 cos തീറ്റയാണ്. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ 1 - 4 cos 0 എന്ന് വരും. cos 0 1 ആണ്. അപ്പോൾ 1 - cos 0 1 അല്ലേ. അപ്പോൾ 1 - 4 × 1, അതായത് 1 - 4, ദാറ്റ് ഈസ് -3. ഇനി വെൻ തീറ്റ ഈക്വൽ ടു അപ്പർ ലിമിറ്റ് നമുക്ക് എന്തായിരുന്നു? π/3 ആണ്. അപ്പോൾ വെൻ തീറ്റ ഈക്വൽ ടു π/3, യു ഈക്വൽ ടു 1 - 4 × cos π/3 എന്ന് വരും. ദാറ്റ് ഈസ് 1 - 4 × cos π/3 എന്നാൽ 1/2 ആണ്. ദാറ്റ് ഈസ് 1 - 2, ദാറ്റ് ഈസ് -1. ഇപ്പോൾ ലിമിറ്റ് എന്നത് 0 to π/3 എന്നത് എന്തായിട്ട് മാറി? -3 to -1 ആയിട്ട് മാറി. ഓക്കെ, ദർഫോർ ഇൻ്റഗ്രൽ 0 to π/3 4 sin തീറ്റ ഡിവൈഡഡ് ബൈ 1 - 4 cos തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു, ലിമിറ്റ് 0 ആകുമ്പോൾ -3 ആയിരുന്നു, ഇവിടെ -1 ആണ്. 4 sin തീറ്റ ഡി തീറ്റ എന്നത് ഡി യു ആയിട്ട് മാറി. 1 - 4 cos തീറ്റ എന്നത് യു ആയിട്ട് വന്നു. ഇനി ഈ യുടെ ഡെറിവേറ്റീവാണ് മുകളിൽ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? ലോഗ് മോഡ് യു. അടിയുടെ ഡിഫറൻഷ്യൽ മുകളിൽ വന്നാൽ ലോഗ് അടി എന്നല്ലേ. അപ്പോൾ 1/uൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യുവിൽ ലോഗ് മോഡ് യു ആണ്. ലിമിറ്റ് എന്നത് -3 to -1, അതായത് ലോഗ് മോഡ് -3 മൈനസ് ലോഗ് മോഡ് -1. സോറി, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ലോഗ് മോഡ് -1 മൈനസ് ലോഗ് മോഡ് -3. ആദ്യം അപ്പർ ലിമിറ്റ് അല്ലേ കൊടുക്കേണ്ടത്? ലോഗ് -1 മോഡ് -1. ദാറ്റ് ഈസ് ലോഗ് മോഡ് -1 എന്ന് പറഞ്ഞാൽ ലോഗ് 1 മൈനസ് ലോഗ് മോഡ് -3 എന്ന് പറഞ്ഞാൽ ലോഗ് 3. ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് ലോഗ് 3. സോ മൈനസ് ലോഗ് 3 എന്ന് വരും. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലോഗ് 1 മൈനസ് ലോഗ് 3 എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് 1/3 ആണ്. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. മൈനസ് ലോഗ് 3, അതായത് മൈനസ് ലോഗ് 3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ലോഗ് 1/3 ആണ്. സോ എനിവേ ആൻസർ ഈസ് ലോഗ് 1/3. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിന് ഇൻ്റഗ്രൽ 0 to 1 ഈ ടൈപ്പിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റിനാണ്. 8r ഡിവൈഡഡ് ബൈ 4r² - 5dr. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഡിനോമിനേറ്ററിന് 4r² - 5 നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ പുട്ട് 4r² - 5 ഈസ് ഈക്വൽ ടു യു. ഡെറിവേറ്റീവ് ചെയ്ത് നോക്കൂ. 4r² ഡെറിവേറ്റീവ് 8r dr -5ൻ്റെ ഡെറിവേറ്റീവ് 0 വരും. യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിയും. അപ്പോൾ 8r dr ഈക്വൽ ടു ഡിയും. അപ്പോൾ നോക്കൂ, ഇതിന് നമ്മൾ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 8r dr എന്ത് വന്നു? അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് വന്നു. ഓക്കെ, ഇനി ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. വെൻ r ഈക്വൽ ടു 0, യു ഈക്വൽ ടു, യു എന്നത് നമ്മൾ 4r² - 5 ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം -5 എന്ന് വരും. 4r² എന്ന് പറഞ്ഞാൽ 0 അല്ലേ. r 0 ആകുമ്പോൾ 4r² 0 -5. ഇനി വെൻ r ഈക്വൽ ടു 1, യു ഈക്വൽ ടു 4r² - 5 എന്നാണ്. അതായത് 4 1² - 5, അതായത് 4 - 5, ദാറ്റ് ഈസ് -1. Therefore integral 0 to 1 8r divided by 4r² - 5 dr is equal to 0 വരുമ്പോൾ ലിമിറ്റ് -5 ആണ്. 1 വരുമ്പോൾ ലിമിറ്റ് ചെയ്തിരുന്നു
-1 ആയിരുന്നു അല്ലേ. -1 8r dr നമ്മൾ du എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ u. ഇവിടെയും നമുക്ക് ഇൻ്റഗ്രൽ എന്ത് വരും? ലോഗ് മോഡ് u എന്ന് വരും. ലിമിറ്റ് -5 മുതൽ -1 വരെ. സോ ലോഗ് മോഡ് -1 മൈനസ് ലോഗ് മോഡ് -5 that is equal to log 1 minus log 5, that is minus log 5. Minus log 5 നമുക്ക് എങ്ങനെ എഴുതാം? log 1/5. Okay, thank you.